സാറേ, സിന്ധു സൂര്യകുമാറിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതി അങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്റ്റേഷനുകളിൽ സിന്ധുവിനെതിരെ പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ഹിന്ദു സംഘടനകളും. അതിൽ മതമില്ലാത്തവരും മതമുള്ളവരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമുണ്ട്. അങ്ങനെ സിന്ധുവിനെ പോലീസ് പൊക്കുമോ? ഹിന്ദുക്കളാരും പരാതി കൊടുത്തതായിട്ട് അറിയില്ല സിന്ധുവിനെതിരെ. കാരണം ഇതെങ്ങനെ അവഗണിക്കുകയും വളരെ ക്ഷമാപൂർവം എന്ന് മാത്രമല്ല ഒരു അലസതയോടുകൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ പെരുമാറുന്നത്. ഇത്ര പറഞ്ഞല്ലേ ഉള്ളൂ, സാരമില്ല എന്നുള്ളത് എല്ലാം സഹിക്കും. അതാണ് ടോളറൻസ്, ഇന്ത്യയുടെ ടോളറൻസ് അതാണ്. അതേസമയം പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ഹിന്ദുക്കളോട് ഒരു വിധത്തിലും സഹതാപം തോന്നേണ്ടാത്ത ആൾ, അദ്ദേഹം രഞ്ജിത്ത് എബ്രഹാം തോമസ് എന്നാണ് പേര്, കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ എന്തിനാ മെനക്കെടുന്ന മറ്റൊരു മതത്തിൻ്റെ കാര്യം അവർ മുറിവേറ്റോട്ടെ എന്ന് വിചാരിച്ചില്ല. കാരണം ഇത് സഹിക്കാൻ പറ്റില്ല. ഒരു മതവിശ്വാസിക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെ വിളച്ചലിൻ്റെ ജൽപ്പനങ്ങളാണ് അവർ പുറപ്പെടുവിച്ചത്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്തവർ പോലും ഹേർട്ട് ചെയ്യപ്പെടുന്ന, വ്രണപ്പെടുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് സിന്ധു സൂര്യകുമാർ ചെയ്തിരിക്കുന്നത്. അങ്ങ് മിണ്ടാതിരിക്കുന്നതിന് അങ്ങ് മണ്ടയ്ക്ക് കയറുകയാണ്. അതാണ് ചെയ്യുന്നത്. കൊത്തി കൊത്തി അങ്ങ് മുറത്തിൽ കയറി കൊത്തുകയാണ്. പക്ഷേ കേരളത്തിൽ സിന്ധു സൂര്യകുമാർ മാത്രമല്ല, പലരുമുണ്ട്. ജോൺ ബ്രിട്ടാസും CK വിനീതും അങ്ങനെ നിരന്തരം വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ എന്തായാലും അത്തരക്കാർക്കെതിരെ ഇങ്ങനെ കേസ് കൊടുക്കാൻ തയ്യാറാകും. അത്തരക്കാർക്ക് പറയാം. പക്ഷേ ഇത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളിൻ്റെ കീഴ്ജീവനക്കാരിയാണ് എന്നുള്ളൊരു ബോധോദയമെങ്കിലും ഈ വിവരദോഷം പറയുന്നതിന് മുമ്പ് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു... അപ്പോൾ ഇത്രയും നാളത്തെ മാധ്യമപ്രവർത്തനം കൊണ്ട് ഇവരെന്ത് വിവരം ഉണ്ടാക്കിയിരിക്കുന്നത്? ജനവികാരത്തെ മാനിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം നമ്മൾ കൊടുക്കുന്ന മാറ്റർ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എന്നുള്ള ഒരു ധാരണ. എബ്രഹാം പത്തനംതിട്ട SP-ക്കാണല്ലേ പരാതി നൽകിയിരിക്കുന്നത്? പത്തനംതിട്ട SP-ക്കാണ്. ഇത് പരാതിയിൽ ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പോലീസ് പിണറായി വിജയൻ്റേതാണ്. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും സന്തോഷിക്കുന്ന, ഏഷ്യാനെനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദേഷ്യവും ചൗര്യവും എല്ലാം ഇതോടെ അസ്തമിച്ച് കാണും. അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. മിക്കവാറും ചിലപ്പോൾ സിന്ധു സൂര്യകുമാറിന് അടുത്ത പ്രാവശ്യം ഒരു സ്ഥാനം, ഒരു MLA സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ല, തുടക്കത്തിൽ എന്തെങ്കിലും അവാർഡായിരിക്കും. ഒരു സംസ്ഥാന അവാർഡ് അങ്ങനെയാണല്ലോ. ഇടതുപക്ഷക്കാരെ നേരെ പിടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അവാർഡാണല്ലോ ഈ സംസ്ഥാന മാധ്യമ അവാർഡെന്നും പറഞ്ഞ്. ചലച്ചിത്ര അവാർഡ് ഒരു പരിധി വരെ അങ്ങനെ. അതേസമയം കേന്ദ്രം കൊടുക്കുന്ന അവാർഡുകൾ പോകും. ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രാഷ്ട്രീയം നോക്കിയല്ല. ഇതും വാങ്ങിച്ചുകൊണ്ട് കേന്ദ്രത്തിനെ ഇത് ചീത്ത പറയുന്ന ആൾക്കാർക്ക് തന്നെ കൊടുക്കുന്നു. പത്മഭൂഷൺ പോലും അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോട്ടെ, അത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരാൾ പറഞ്ഞത് അവിടെ പോയ ചൊറിയുമെന്ന്. ഇവന് ചൊറിയുന്നത് വേറെന്തോ അസുഖം, വരട്ടു ചൊറിയുടെ വല്ലതും അസുഖം കാണും. അവിടെ ഈ നമ്മളീ കിണറ്റിലെ വെള്ളം ഉണ്ടല്ലോ, അതിൽ കോളയുണ്ട്, ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ അംശത്തിനേക്കാൾ വളരെ കുറവാണോ അവിടുത്തെ പ്രയാഗയിൽ ആ വെള്ളത്തിലുള്ളത്? ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യമാണ്. ഇപ്പോൾ അയാൾ ശാസ്ത്രജ്ഞനൊന്നും അല്ലല്ലോ, സിനിമാ നടൻ. എൻ്റെ വിനീത്, ഫുട്ബോൾ താരമാണ്, വിനീത്, CK വിനീത്. ഇതൊക്കെ ചുമ്മാതെ അപഖ്യാതി പറഞ്ഞുണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് അല്ല, എട്ടുകാലി മമ്മൂഞ്ഞ് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്, അവർക്ക് വയറ്റിലുണ്ട്, അതിൻ്റെ ആൾ ഞമ്മളാ എന്ന് പറഞ്ഞ പോലെ ആളുകളുടെ ഇടയിൽ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ കൈയടിക്കും. പിന്നെ പ്രത്യേക ചില വിഭാഗം ആൾക്കാരുണ്ട് ഇത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി. ഇതിനെക്കുറിച്ച് നല്ലത് മാത്രം പറയുമ്പോൾ ഇത് അസൂയപ്പെട്ടിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചീത്ത കേൾക്കാൻ കൊതിക്കുന്ന ധാരാളം ആൾക്കാർ. ഇപ്പോൾ കണക്കാണ്, 64 കോടി പേര് വന്നോ? 67. അതെ, അത്രയും കോടി പേര് എത്തിയോ ഇന്ത്യയിൽ നിന്നും? ഇന്ത്യയിലെ അപ്പോൾ ഹിന്ദുക്കളുടെ പകുതി അവിടെ പങ്കെടുത്തോ? അങ്ങനെ പല ചോദ്യങ്ങളാണ്, സംശയങ്ങളോട് സംശയം. അതെ, തീർച്ചയായിട്ടും. സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴുണ്ടായല്ലോ ഇതുപോലെ സംശയം, തെളിവ് ചോദിച്ചുകൊണ്ടുള്ള ഉണ്ടായല്ലോ. അതുപോലൊരു സംഭവമാണ്. അത് കാരണം ഇത് അങ്ങോട്ട് അനുവദിച്ചു കൊടുത്ത മോദിയുടെ വോട്ടുകൾ ഇനിയും കൂടിക്കൂടി ഭൂരിപക്ഷം കൂടിപ്പോയാൽ ഞങ്ങൾ ഇല്ലാതായി തീരുമല്ലോ എന്നുള്ള ഒരു അസ്തിത്വ പ്രതിസന്ധിയാണ്, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. അത് മാത്രമേ ഉള്ളൂ ഇതിന് കാരണം, മറ്റൊരു കാരണവും ഇല്ല അതിന്. അതുകൊണ്ട് അവരവരുടെ പിന്നെ എന്തിനാ ഇയാൾ പിന്നെ കുളിക്കാൻ പോയത്? അവിടെ വീട്ടിൽ കുളിച്ചാൽ പോരായിരുന്നു. ഇയാൾ പ്രയാഗ്രാജിൽ കുളിക്കാൻ പോയിട്ട് അവിടെ ചൊറിയെന്ന് വരട്ട് ചൊറിയായിരിക്കുമെന്നേ. അത്
ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ അങ്ങനെയൊക്കെ കിട്ടും, അത് കിട്ടണം. ഇതിനൊക്കെ അതേ മറുപടി പറയാനുള്ളൂ. പിന്നെ രഞ്ജിത്ത് എബ്രഹാം, പിന്നെ ബ്രിട്ടാസ് പിന്നെ എന്നും അങ്ങനെ മാതാമൃതാനന്ദമയുടെ വിദേശത്ത് പോയി കണ്ടു. ബാക്കി ഒരു മതത്തിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ മിറക്കിൾ ക്യൂർ എന്ന് പറയുന്ന അത്ഭുത ശാന്തി ശുശ്രൂഷ അതിലൊന്നും ഇല്ലല്ലോ. നെഞ്ചത്ത് അടിച്ചു കിടന്ന് വിളിച്ചു പോകുമ്പോൾ അതങ്ങ് മേളിലിരിക്കുന്ന ദൈവം കേൾക്കുമെന്നുള്ള അതൊന്നും അന്ധവിശ്വാസം. എന്നിട്ട് മകളുടെ വിവാഹം കഴിച്ചിട്ടുണ്ട്, വിവാഹം നടന്നിട്ടുണ്ട് മകളുടെ. അമൃതാനന്ദമയ്യെ വിശ്വാസങ്ങളെ എതിർക്കുന്ന ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹം നല്ല വിശ്വാസപ്രകാരം നടന്നു. അവരുടെ വിശ്വാസപ്രകാരം അതൊക്കെ ശുദ്ധമായ വിശ്വാസം. ഇവരുടെയൊക്കെ ഒരു റിയൽ. കാരണം ഹിന്ദുമതം ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ അധികാരത്തിൽ വരാൻ കേരളത്തിലല്ല എന്നവർക്ക് അറിയാൻ നല്ല ബോധ്യമുണ്ടെന്ന് സമ്മതിക്കുകയില്ല. കാരണം ഇതുപോലെ ഇന്ത്യയുടെ അല്ലാത്ത ഒരു വിദേശ വേരുകളിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന് ഇന്ത്യ വേര് കൊടുക്കാൻ അനുവാദം അല്ല. ഈ മോദി ഉണ്ടല്ലോ വാരണാസി, മോദി ഇരുന്ന വാരണാസി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിജയിച്ചു വന്നത് CPM ആയിരുന്നു. ആ പാർട്ടിയാണ് ലാസ്റ്റ് അവസാനം ജനങ്ങൾ ചവിട്ടി പുറത്തു കളഞ്ഞത്, പുറത്താക്കിയ മനുഷ്യൻ തന്നെയാണ് ഘട്ടത്തിൽ. അല്ല, ഇത് ജനങ്ങളോട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറയുമ്പോൾ അവർ വിജയിപ്പിക്കും. അപ്പോഴാണ് തനി സ്വഭാവം പുറത്തു വരുന്നത്. വളരെ ഏറ്റവും കുറച്ചു കാലം മാത്രം പിടിച്ചു നിന്ന ഒരു വരട്ട് തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം മാർക്സിസം എന്ന് പറയുന്നത്. അതിൻ്റെ അവസാന അന്തിമ ദശയിലാണ്. ഇതാ മുതലാളിത്തം പിന്നെയും നിലനിൽക്കുകയല്ലേ. നോക്കൂ, നമ്മുടെ സംസ്കാരങ്ങളെ വെച്ച് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നോക്കൂ, ആദ്യം ഉണ്ടായത് ഗ്രീക്ക് സംസ്കാരമാണ്. ഇന്ന് എവിടെ ഗ്രീക്ക് സംസ്കാരം? എന്തെങ്കിലും ഒരു തിരിശേഷിപ്പെങ്കിലും ഉണ്ടോ? അത് വന്നതാണ് റോമൻ സംസ്കാരം. ക്രിസ്ത്യാനിറ്റിയൊക്കെ ഊർജ്ജം കൊള്ളുന്ന സംസ്കാരമുണ്ടല്ലോ റോമൻ. എവിടെ ഇന്നത് റോമൻ സംസ്കാരം ഉണ്ടോ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. മാസിഡോണിയൻ സംസ്കാരം ഉണ്ടോ? ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടോ? നിലനിൽക്കുന്നുണ്ടോ? ഇസ്ലാം മതമായില്ലേ അവിടെ മുഴുവൻ. അറേബ്യൻ സംസ്കാരം, ഗോത്ര സംസ്കൃതി ഉണ്ടായിരുന്നു, അതുണ്ടോ? ഇസ്ലാം വന്നതോടുകൂടി അതെല്ലാം തീർന്നില്ലേ? അതിന് അന്തിമ ദശയായി. മെസോപ്പൊട്ടേമിയൻസ് ഉണ്ടോ? മെസോപ്പൊട്ടേമിയയുടെ സംസ്കാരം എങ്ങനെ? അതുപോലെ തന്നെയാണ് മായൻ സംസ്കാരം, തെക്കേ അമേരിക്കയിലുണ്ടായിരുന്ന സംസ്കാരം. റെഡ് ഇന്ത്യൻ സംസ്കാരം ഉത്തരാമേരിക്കയിലുണ്ടായിരുന്നത് ഇന്നുണ്ടോ? ഇൻക സംസ്കാരം, ഈ സംസ്കാരങ്ങളെല്ലാം നിലച്ചുപോയി, ഒന്നുമില്ലാതായി. ക്രിസ്ത്യാനിറ്റി അതുപോലെ തന്നെ ഇസ്ലാം വന്നതോടുകൂടി ഇല്ലാതായി തീർന്നു. ഇതെല്ലാം കടന്നുപോയി. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും എല്ലാം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ രൂപത്തിലും ബാബറിൻ്റെ ആക്രമണത്തിൻ്റെ രൂപത്തിലും കടന്നു വന്നിട്ടും അതിനോടെല്ലാം പിടിച്ചു നിന്ന ഒരേ ഒരു സംസ്കാരമേ ലോകത്തുള്ളൂ. അത് നമ്മൾ ഇന്ത്യക്കാരെല്ലാം പങ്കു കൊള്ളുന്ന സൈന്ധവ സംസ്കൃതി മാത്രമാണ്. സൈന്ധവ സംസ്കൃതി. ആ സംസ്കൃതി ഇന്നും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട്, കാലത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നതിൻ്റെ അസൂയ, അത് കുറച്ചൊക്കെ ഉണ്ടായിക്കട്ടെ. മറ്റുള്ളവർ അസൂയപ്പെടുന്നത് നല്ല കാര്യം തന്നെയല്ലേ. മറ്റുള്ളവരാൽ അസൂയാർഹമായിട്ടുള്ള ഒരു സംസ്കാരമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സമയം PC ജോർജിനെ മറക്കാൻ കഴിയില്ല. ഈ PC ജോർജിന് ഒരു പരാമർശത്തിന്റെ പേരിൽ വീട് വളഞ്ഞ് വീട്ടിൽ രാവിലെ തന്നെ പോലീസ് എത്തി പിടികൂടാൻ. അപ്പോൾ ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ സിന്ധു സൂര്യകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ? പിന്നെ വേണ്ട. നൂപുർ ശർമ്മയ പറഞ്ഞ വാക്കുകൾക്ക് അവരെ പാർട്ടി വിലക്ക് നടത്താമെങ്കിൽ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് ഇവർക്ക് മാധ്യമ വിലക്ക് നൽകിക്കൂടാ? ശമ്പളം അവരുടെ വീട്ടിലങ്ങ് കൊടുത്താൽ പോരെ? ഇതല്ലേ അതിലും ഭേദം. കേരളത്തിലെ ഈ ആളുകൾക്ക് മുറിവേൽപ്പിക്കാതെ തീവ്രവാദികളെ, നമ്മൾ കാട്ടുമൃഗങ്ങളെക്കുറിച്ച് പറയും, ആളുകളെ കൊല്ലുന്നു. അതിനേക്കാൾ കൂടുതൽ മനസ്സുകളെ, അവരുടെ വിശ്വാസങ്ങളെയാണ്, വിശ്വാസ ഗോപുരങ്ങളെയാണ് ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ആ വിവരദോഷി ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണത്. അതുകൊണ്ട് ഇങ്ങനെ അവരെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. ചാനലിനകത്ത് കേരള പോലീസ് ഒരു നടപടിയെടുക്കുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇത് തകർക്കാനിരിക്കുന്ന ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാരുടെ പാർട്ടിയാണത്. അതുകൊണ്ട് അവിടുന്ന് നടപടി വരില്ല. രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇതിന് മറുപടി പറയണം, ഇതിന് വേണ്ട നടപടിയും എടുക്കും. പോലീസിന് ഇപ്പോൾ തന്നെ നിർദ്ദേശം ലഭിച്ചിരിക്കുക, പരാതിയെല്ലാം ചവിട്ടുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഗോസ്ലോ ഇങ്ങനെയായിരിക്കും. PFന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ വേണ്ടി കേന്ദ്രം സുപ്രീം കോടതി നിർദ്ദേശിച്ചപ്പോൾ പോലും, ഹൈക്കോടതി നിർദ്ദേശിച്ചപ്പോൾ പോലും വളരെ പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ന്യൂനപക്ഷത്തിന് വേദനിക്കരുത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒന്ന് വേദനിച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിട്ട് അദ്ദേഹം സ്റ്റെപ്പ് ഒന്ന് മാറ്റി. അങ്ങനെയാണ് ഹിന്ദുവിൽ ഇൻ്റർവ്യൂ ഒക്കെ വന്നത്, അറേഞ്ച് ചെയ്ത് വന്നതും ഒക്കെ. അതൊക്കെ പോട്ടെ. അതുകൊണ്ട് ഫലിക്കുമോ എന്നുള്ളത് നമ്മൾ അടുത്ത വർഷം അറിയാം.